മൈലേജ്, ജീപ്പിൻ്റെ മൈലേജ് വണ്ടി എടുത്ത റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ടാണ് വണ്ടി നിർത്തുന്നത്. നമുക്ക് സെക്കൻഡിലും ഫസ്റ്റിലും തേർഡിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാലും ഒരേ ഗിയറിൽ ഇടാൻ വേണ്ടിയിട്ട്. അതാണ് നിങ്ങളൊരു വണ്ടി എടുക്കുമ്പോൾ ഗിയർ ബോക്സ് എല്ലാ ഗിയറും ഈ MDI വണ്ടി 97 ഇറങ്ങുന്നില്ല. ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1998 മോഡൽ MDI ഒരു ജീപ്പിൻ്റെ ഫുള്ള് കംപ്ലീറ്റ് റിവ്യൂ ആണ്. ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഇതും പിന്നെ ഞാനിവിടെ കുറേ കാലങ്ങളായിട്ട് ജീപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തുനിന്നൊക്കെ കിട്ടിയ വിവരങ്ങളാണ് ഞാൻ പറയുന്നത്. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനെല്ലാം അന്വേഷിച്ചിട്ടൊക്കെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ശരിയാക്കാവുന്നതാണ്. അതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഫ്രണ്ടിൽ നമുക്കൊരു റേഡിയേറ്റർ ഗില്ല് കാണാം. പിന്നെ നോർമലായിട്ടുള്ള 2 ഹെഡ്ലൈറ്റ്, ഇത് ഹാലജൻ ഹെഡ്ലൈറ്റാണ് വരുന്നത്. ഇപ്പോഴത്തെ വണ്ടിക്കൊക്കെ ഹെഡ്ലൈറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LED ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നോർമലായിട്ടുള്ള ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്ററുകളും ചെറിയ സിമ്പിളായിട്ടുള്ള ഡിസൈൻ വെച്ചിട്ടാണ് ഇൻഡിക്കേറ്ററുകൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ചേസും കാര്യങ്ങളും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയൊന്നും ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകോട്ട് വരുമ്പം വളരെ സിമ്പിളായിട്ട് പറഞ്ഞ പോലെ ഡിസൈനാണ് വരുന്നത്. റഫ് ടോപ്പൊന്നും അല്ല, റഫ് ടോപ്പും കാര്യങ്ങളൊന്നും അല്ല. ഇത് വെറുതെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പാണ്. ഇത് നമ്മൾ റെക്സിന് അടിപ്പിക്കുന്നതാണ്. ഈ റെക്സിനും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു 2-3 കൊല്ലമൊക്കെ കൂടുമ്പോൾ നല്ല റെക്സിന് ഈ കാര്യങ്ങളൊക്കെ കീറും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാറ്റി അടിപ്പിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഡോറും ഇതെല്ലാം ഫുള്ള് ഒരു നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലിലാണ് ജീപ്പിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ മൊത്തം ഹാലോജൻ ലൈറ്റുകളാണ് വരുന്നത്. മൊത്തം LED ലൈറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ വരുന്ന ഹാലോജൻ ലൈറ്റാണ് വരുന്നത്. സ്റ്റോക്ക് വരുന്നത് ഹാലോജൻ ലൈറ്റ് തന്നെയാണ് വരുന്നത്. ടയർ എന്ന് പറയുന്നത് MRFൻ്റെ ബിഗ് റോവർ എന്ന് പറയുന്ന ടയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ടയർ സൈസ് അപ്ഗ്രേഡ് ചെയ്യുകയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതിലൊക്കെ നമ്മൾ പ്ലാനിങ്ങിലുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ നമ്മൾ റീച്ച് ആയി കഴിഞ്ഞാൽ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. MRFൻ്റെ ബിഗ് റോവർ എന്ന് പറയുന്നത് ബേക്കിൽ നമ്മൾ റീസോൾ ടയറാണ് ഇട്ടേക്കുന്നത്. ഫ്രണ്ടിലെ പുതിയ ടയറാണ്, റീസോളും കാര്യങ്ങളൊന്നും അല്ല. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ. സൈഡിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡോറും കാര്യങ്ങളൊന്നും ഇതിന് കമ്പനി സ്റ്റോക്ക് വരുന്ന ഡോറല്ല. ഈ ഡോറും കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലാണ്ട് എക്സ്ട്രാ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സിമ്പിളായിട്ട് ചാവി തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ചാവി തിരിച്ച് കഴിയുമ്പോൾ ബാറ്ററി ഇതാണ് ഈ വണ്ടിക്ക് ആകെ ഉള്ളൊരു സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, ബാറ്ററി ചാർജ് കയറുന്നില്ല, ഡൈനാമോ ചാർജ് കയറുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഇത് നമ്മൾ റണ്ണിങ്ങിൽ ഈ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ ഒരു ഓയിൽ സൈനും ഇതും ഇൻഡിക്കേറ്റർ സൈന് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഇവിടുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഇപ്പോഴത്തെ പോലത്തെ പുതിയ ഒരു സംഭവങ്ങളും വണ്ടിക്കകത്തില്ല. നമ്മൾ വണ്ടി സ്റ്റാർട്ടായി കഴിയുമ്പോൾ ഈ ബാറ്ററീൻ്റെ സൈൻ പോകുന്നുണ്ടോ നോക്കുക, ജസ്റ്റ് ഒന്ന് അടിക്കുക, വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത്. ഈ വണ്ടി സൗണ്ട് കാരണം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും വണ്ടീൻ്റെ സൗണ്ട് ഒരു സ്മൂത്ത് സൗണ്ടാണോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ പുകയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ട് പമ്പും കാര്യങ്ങളും എല്ലാം പണിയെടുപ്പിക്കുന്നത് ഓയിൽ ചേഞ്ചും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ പുകയും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് വണ്ടീൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ കേൾപ്പിച്ചു തരാം, സൗണ്ട് കേൾപ്പിച്ചു തരാം. മഹീന്ദ്ര MDI ജീപ്പിൻ്റെ അല്ലെങ്കിൽ ജീപ്പിൻ്റെ സൗണ്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് അല്ല. MDI ജീപ്പുകൾ ഏകദേശം വരുന്നതെല്ലാം വലിച്ച് ഓഫാണ്. വലിച്ച് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂവൽ കട്ട് ചെയ്തിട്ടാണ് വണ്ടി നിർത്തുന്നത്. ഇവിടെ വലിച്ചാണ് വണ്ടി ഓഫ് ചെയ്യുന്നത്. ഈ സ്വിച്ച് ഓഫാണ് നല്ലത്, വലിച്ച് ഓഫാണ് നല്ലതെന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. എങ്കിലും നമുക്കതിനെപ്പറ്റി ഒന്നും വലിയ അഭിപ്രായം കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. വണ്ടി നമുക്ക് ഏത് ഓഫാക്കുക എന്നുള്ള ഇപ്പോഴത്തെ പുതിയ വണ്ടികളെല്ലാം വരുന്നത് സ്വിച്ച് ഓഫ് ചാവിയിൽ ഓഫ് ചെയ്യുന്നതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വലിച്ച് ഓഫ് വണ്ടിയാണ് നല്ലതെന്ന് പറയുന്നതൊന്നും ശരിയല്ല. പക്ഷേ ജീപ്പിൻ്റെ കാര്യം പറയുമ്പോൾ വലിച്ച് ഓഫ് വണ്ടിയാണ് നല്ലതെന്ന് പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട്, സ്വിച്ച് ഓഫ് വണ്ടിയാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. കമൻ്റ് വലിച്ച് ഓഫാണോ സ്വിച്ച് ഓഫാണോ നല്ലതെന്നുള്ള കാര്യം പറയുക. അതുപോലെ തന്നെ MDI വണ്ടി 97 ഇറങ്ങുന്നില്ല എന്നൊരു ചേട്ടൻ്റെ കുറച്ച് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. MDI വണ്ടികൾ 97 ഇറങ്ങുന്നില്ല എന്നുള്ളത്. 97 MDIയും 2 വണ്ടിയും ഇറങ്ങുന്നുണ്ടെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. ഞാൻ ഗൂഗിളിൽ ChatGPT അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴും എനിക്കറിയാവുന്ന വിവരങ്ങൾ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ എനിക്ക് കിട്ടിയ വിവരം അതാണ്. ഇനിയിപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ അഭിപ്രായമാണല്ലോ. നമ്മുടെ 97 ലാസ്റ്റ് മോഡലാണ്. രജിസ്ട്രേഷൻ വരുന്നത് 98 ജനുവരിയിലാണ് രജിസ്ട്രേഷൻ വരുന്നത്. വണ്ടി 4 വീൽ ഡ്രൈവാണ്. 4 വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാം. നമുക്ക് ഇൻറ്റീരിയർ ഇതിൻ്റെ കാര്യങ്ങൾ, ഈ മീറ്ററും കാര്യങ്ങളും അതും സംഭവമൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മീറ്ററും കാര്യങ്ങളും വരുമ്പം ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് വരുന്നത്.
മീറ്റർ പല വണ്ടിക്കും പല സൈസിലാണ്. നമ്മുടെ MD ജീപ്പിൻ്റെ എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനത്തെ തന്നെ മീറ്ററാണ് വരുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു ഡാഷ് ബോർഡ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് അതിൻ്റെ ഉള്ളിലാണ്. ഒരു ഡാഷ് ബോർഡ്, അത് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ലോക്കും കാര്യങ്ങളുണ്ട്. നമ്മൾ ലോക്ക് ഒഴിവാക്കിയിട്ട് സ്റ്റിക്കറൊക്കെ അടിച്ചേക്കുന്നത് കൊണ്ട് അങ്ങനെ വെച്ചേക്കുന്നുണ്ട്. പിന്നെ മീറ്റർ എന്ന് പറയുമ്പം മെയിനായിട്ട് വരുന്ന ടെമ്പറേച്ചർ മീറ്ററാണ്. ടെമ്പറേച്ചർ നമ്മൾ ശ്രദ്ധിക്കണം. ടെമ്പറേച്ചർ ഇവിടെ കാര്യങ്ങൾ വാർണിംഗ് സൈനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ടെമ്പറേച്ചർ നോക്കണം. ഓയിൽ പ്രഷറിൻ്റെ ഉണ്ട്. ഓയിൽ എത്രയാണ്, അതിൽ ഓയിലിൻ്റെ ലെവൽ എത്രയാണെന്നുള്ള കാണിക്കുന്നത് ഒരു മീറ്ററുണ്ട്. പിന്നെ സ്പീഡോമീറ്റർ, നോർമൽ സ്പീഡോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കിലോമീറ്റർ നോക്കണ്ട, കാരണം ഇത് 81,964 കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത്. അതൊന്നുമല്ല കിലോമീറ്റർ, അതൊന്നുമല്ല ഓടിയേക്കുന്നത്. ഇത് റീസെറ്റ് ആവുന്നതാണ്. ഇത് ഫുള്ളായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ റീസെറ്റ് ആവും. 00 തന്നെ പിന്നെ വരുന്നതാണ്. പിന്നെ ഒരു ആംബിയർ മീറ്റർ ഉണ്ട്, ബാറ്ററീൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഫ്യൂൽ ഗേജ് മീറ്ററും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്രയും സംഭവങ്ങളാണുള്ളത്. പിന്നെ ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റ്, നമുക്ക് കാര്യം എന്തെങ്കിലും യൂസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റ് മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ, അല്ലാണ്ട് വയറിംഗ് ആയിട്ട് ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ സിസ്റ്റം, നമ്മുടെ സ്റ്റീരിയോയും കാര്യങ്ങളെല്ലാം വെച്ചേക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചേക്കുന്നത്. ഇത് കീയിൽ തന്നെയാണ് ഓപ്പൺ ആക്കുന്നത്. ഈ ചാർജറും കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പനി വന്നേക്കുന്നല്ലേ, നമ്മൾ അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്തേക്കുന്നതാണിത്. പിന്നെ ഇതാണ് ഇതിൻ്റെ 4 സ്വിച്ച് കാര്യങ്ങളും ഒക്കെ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. ഒന്ന് സ്റ്റീരിയോൻ്റെ, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ 4 സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ചാവി സൈഡ് നോക്കുകയാണെങ്കിൽ പവർ ഓഫ്, ഓൺ, സ്റ്റാർട്ട്, ഇത്രയും സ്വിച്ചും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഗിയർ ബോക്സ്. ഗിയർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ലോങ് ആയിട്ടുള്ളൊരു ഗിയർ, നമ്മുടെ നോർമൽ സാധാ നമ്മുടെ മെക്കാനിക് ഗിയറും ഇതെന്ന് പറയുമ്പോൾ ഹൈ ഗിയറിൻ്റെ ഗിയറും. ഹൈ ഗിയർ ഇടുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു റിയർ വ്യൂ മിററുണ്ട് 2 സൈഡിൽ. അപ്പുറത്തെ മിററൊക്കെ നമുക്ക് ഏകദേശം ഒന്ന് കാണാം എന്നേ ഉള്ളൂ. വലിയ കാര്യങ്ങളായിട്ട് ഇപ്പോഴത്തെ ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റബിൾ, ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റിങ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇപ്പോഴും ചെയ്യുന്ന ആളുകളുണ്ട്, ഇഷ്ടം പോലെ ചെയ്യുന്ന ആളുകളുണ്ട്. ജീപ്പ് നമ്മൾ ഇഷ്ടം പോലെ പണിയെടുപ്പിച്ചുണ്ട്. നമ്മളൊരു വീഡിയോ നോക്കുന്നുണ്ട്, ഒരു നല്ലോണം പണിയെടുപ്പിച്ച ഒരു ജീപ്പ്, ഒരു മേജർ ജീപ്പിൻ്റെ വീഡിയോ മിലട്ടമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരു നല്ല ഫുൾ പണിയെടുപ്പിച്ചൊരു വണ്ടീൻ്റെ എല്ലാം മോഡിഫൈ എന്നല്ല പറയാം, നല്ല നീറ്റായിട്ട് പണിയെടുപ്പിച്ച് കുറച്ച് അപ്ഗ്രേഡ് ചെയ്തേക്കുന്ന ഒരു ജീപ്പിൻ്റെ വീഡിയോ അടുത്ത് തന്നെ വരുന്നതാണ്. ഇൻറ്റീരിയറും കാര്യങ്ങളും അങ്ങനെയാണ്. സാധാരണ വരുന്ന കമ്പനി വരുന്ന സീറ്റും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഈ സീറ്റ് മാത്രമേ നമ്മൾ മാറ്റിയിട്ട് ബക്കറ്റ് സീറ്റ് ആക്കിയിട്ടുള്ളൂ. മറ്റേ സീറ്റ് നമ്മൾ നോർമൽ കമ്പനി വരുന്ന സീറ്റ് തന്നെയാണ്. അതിൻ്റെ വുഡും കാര്യങ്ങളൊക്കെ, സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ബേക്കിലേക്ക് വരുവാണെങ്കിൽ ലൈറ്റും കാര്യങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ്. ഒരു ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ്, ഇത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ ക്യാരിയർ, നമ്മുടെ ടയർ വെക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഡോറിൽ നമ്മൾ വരുന്നതാണ്. ഡോറിൽ ഇവിടെയാണ് സാധാരണ എല്ലാം ടയർ വെക്കുന്നത്. അപ്പോൾ ഈ ടയർ വെച്ച് കഴിയുമ്പോൾ ഡോറിനൊരു ഷേക്കിംഗ് അല്ലെങ്കിൽ ഡോറിന് സൗണ്ട് വരാൻ ചാൻസ് ഉള്ളതും കൊണ്ട് നമ്മൾ ജസ്റ്റ് ക്യാരിയർ ഉള്ളതും കൊണ്ട് ക്യാരിയറിൻ്റെ മുകളിൽ ആണ് ടയറും കാര്യങ്ങളെല്ലാം ഇട്ടേക്കുന്നത്. തന്നെ നിങ്ങളൊരു വണ്ടി എടുക്കുമ്പം ഗിയർ ബോക്സ് എല്ലാ ഗിയറും ഒരുപോലെ തന്നെ വീഴുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ചിലപ്പോൾ ചില ഗിയറിന് ഗ്രൈൻഡിങ്ങും കാര്യങ്ങളും സൗണ്ടും ഒക്കെ വരാം. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെ എൻജിൻ സൈഡ് ഫുള്ള് നീറ്റായിട്ട് നോക്കണം. ഗിയർ ബോക്സ് നോക്കുമ്പോൾ അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. സൗണ്ടും കാര്യങ്ങളും ഉണ്ടോ, ഗിയർ കറക്റ്റ് വീഴുന്നുണ്ടോ, അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടോ, ഏതെങ്കിലും ഗിയർ സ്ലിപ്പാവുന്നുണ്ടോ, ഗിയർ സ്ലിപ്പ് ചെയ്യുന്ന ഹൈ ഗിയറിലൊക്കെ ചില മിക്കവാറും വണ്ടികളും സ്ലിപ്പിങ് വരാൻ ചാൻസ് ഉണ്ട്. അത് പണിയെടുപ്പിക്കാത്ത ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ പണിയെടുപ്പിക്കാത്ത വണ്ടിക്കൊക്കെ സ്ലിപ്പിങ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കണം. ഹൈ ഗിയറൊക്കെ ഇട്ട് ലോയിലും, ഹൈ ഗിയർ എന്ന് പറയുമ്പോൾ 2 ഗിയറാണ് വരുന്നത്. ഒന്ന് ഹൈ ഗിയർ ഫോർ വീൽ എച്ച് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മഡ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ മഡിനാണ് മെയിനായിട്ട് 4 വീൽ എച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഹെവി ടോർക്കൊന്നുമില്ല, നമ്മുടെ നോർമൽ സ്പീഡിൽ തന്നെ 4 ടയറിലും പിടുത്തമുണ്ടാവുന്നതാണ് 4 വീൽ എച്ച് എന്ന് പറയുന്നത് കൊണ്ട് യൂസ് ആക്കുന്നത്. അതുപോലെ 4 വീൽ ലോ എന്ന് പറയുന്നത് ഭയങ്കര ഹെവി ടോർക്കായിരിക്കും. വണ്ടി സ്പീഡ് ഒരിക്കലും വലിയ സ്പീഡിൽ പോകത്തില്ല. ഒരു 20 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്ററിന് മുകളിലേക്ക് 4 വീൽ ലോയിൽ വണ്ടി പോവില്ല. അപ്പോൾ നമുക്ക് 4 വീൽ ഇടുന്നതും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വണ്ടിക്കും ഓരോന്നാണ്. ഇതിപ്പോൾ MD ജീപ്പിൻ്റെ 4 വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ മാർക്കിങ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം. 2H എപ്പോഴും നമ്മൾ വണ്ടി ഓടിക്കുന്നത്, നോർമലായിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 2H-ലാണ്. ഇപ്പോൾ 2H-ന്ന് വണ്ടി ഹൈ ഗിയറിൽ ഇടുമ്പോൾ വണ്ടി എപ്പോഴും ന്യൂട്രലാക്കിയിട്ട് വേണം ഹൈ ഗിയറിൽ ഇടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മാർക്കിങ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. മാർക്കിങ്ങിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് 2H, 4H, ന്യൂട്രൽ, 4L, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഹൈ ഗിയറിൽ മാർക്കിങ് വരുന്നത്. ഹൈ ഗിയറിൽ മാർക്കിങ്ങിൽ ഒരു 2H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നത് അതുപോലെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2H യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് താഴെ 4H ഉണ്ട്. 4H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഹൈ എന്ന് പറയുമ്പോൾ 4 വീലിലും ഹൈ ആയിട്ടുള്ള നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന സ്പീഡിൽ തന്നെ 4 ഹൈയിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. അത് മെയിനായിട്ട് ഈ മഡ് റോഡ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ബാക്കോട്ട് ഇപ്പം നമ്മൾ നോർമലായിട്ടിരിക്കുന്ന ഹൈ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോർമലായിട്ട് 2H-ലാണ് വണ്ടി ഇരിക്കുന്നത്. അത് നമ്മൾ ബാക്കോട്ടും തട്ടിക്കഴിഞ്ഞാൽ വണ്ടി 4H-ലായി.
4H നിന്ന് ജസ്റ്റ് അങ്ങോട്ട് തട്ടി ഒന്നും കൂടെ തട്ടിക്കഴിഞ്ഞാൽ വണ്ടി ന്യൂട്രലായി. ന്യൂട്രലാണെങ്കിൽ 4 വീലിലും പിടുത്തമുണ്ടാവില്ല. നമ്മൾ മെയിൻ ഗിയറിൽ ഏത് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാലും മെയിൻ ഗിയർ സെക്കൻഡിലാണ് നടക്കുന്നത്, വണ്ടി ഉരുണ്ട് പോകും. കാരണം ഫുള്ള് വണ്ടി ന്യൂട്രൽ ആവുക ചെയ്യുന്നത്. അപ്പം അതാണ് ന്യൂട്രൽ വരെ എത്തി. ഇനി അടുത്ത് 4L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ ആമ ഗിയർ, ഹൈ ഗിയർ, ഹനുമാൻ ഗിയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ 4Lലാണ്. 4Lൽ വണ്ടി ഭയങ്കര ടോർക്കായിരിക്കും. ഭയങ്കര ടോർക്ക് എന്ന് പറഞ്ഞാൽ ഏത് കയറ്റം വേണേലും എത്ര ലോഡ് വെച്ച് വേണേലും കയറി പോകും. അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് പറയുന്നത്. എന്താണ് നമ്മൾ നോർമലായിട്ട് ഹെവി ലോഡും കാര്യങ്ങളൊക്കെ വെച്ച് യൂസ് ചെയ്യുന്നത്. ഈ ഗിയറിലിട്ടിട്ടുണ്ടെങ്കിൽ ഏത് കയറ്റം വേണേലും നമുക്ക് ഏത് ഗിയറിലും കയറി പോകും, എവിടെ വേണമെങ്കിലും കയറി പോകും. നമുക്ക് സെക്കൻഡിലും ഫസ്റ്റിലും തേർഡിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാലും ഒരേ സ്പീഡ് തന്നെ ആയിരിക്കും. കാരണം ഹെവി ടോർക്കായിരിക്കും വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് സ്പീഡിന് വേണ്ടിയിട്ടല്ല ഹൈ ഗിയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഒരിക്കലും വണ്ടി ഓടിക്കുമ്പോൾ ഹൈ ഗിയർ ഉണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൈ ഗിയർ ഇട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. കാരണം അത് ഗിയർ ബോക്സിനും കാര്യങ്ങളും എല്ലാം കംപ്ലൈൻ്റ് ആണ്. നമ്മൾ നോർമലായിട്ട് ഓടിക്കുമ്പോൾ 2Hലിട്ടേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. വണ്ടി ഗിയർ അതുപോലെ ഹൈ ഗിയർ ഇടുമ്പോൾ എപ്പോഴും വണ്ടി ന്യൂട്രലാക്കി ജസ്റ്റ് ബാക്കോട്ട് വലിച്ച് ഓരോ വണ്ടിക്കും ടൈറ്റാണ്. നമ്മുടെ വണ്ടിക്ക് കുഴപ്പം നമ്മൾ ഗിയർ ബോക്സും കാര്യങ്ങളും ഗിയർ ഓയിലും എല്ലാം നമ്മൾ പക്കയായിട്ട് പണിയെടുപ്പിക്കുന്നത് നമുക്ക് ടൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇൻ കേസ് ടൈറ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ 2H നിന്ന് 4Hലേക്ക് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് നീങ്ങാനായിരിക്കും ബുദ്ധിമുട്ട് വരിക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വണ്ടി റിവേഴ്സിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ ഇട്ട് ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ന്യൂട്രൽ തട്ടി ഗിയർ മാറ്റി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഹൈ ഗിയർ നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഗിയർ ബോക്സും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണ് ഗിയർ ബോക്സിൻ്റെ സംഭവം എല്ലാം പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു AC എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഇത്രയേ ഉള്ളൂ, അതാണ് സംഭവം. ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ DRLും കാര്യങ്ങളൊന്നും വരുന്നല്ലേ, നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്ന DRL ഹെഡ്ലൈറ്റിനുള്ളിൽ വരുന്നല്ല, സ്റ്റോക്ക് വരുന്ന ജസ്റ്റ് ഒരു ഹാലജൻ ലൈറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇത് നമ്മൾ DRLുള്ളൊരു ഹെഡ്ലൈറ്റ് മേടിച്ച് ഫിറ്റ് ചെയ്തതാണ്, ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രം. ബാക്കി എല്ലാ കാര്യങ്ങളും സ്റ്റോക്കായിട്ട് തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ജീപ്പിൻ്റെ കാര്യങ്ങൾ. പിന്നെ ജീപ്പിൻ്റെ മൈലേജ് എന്നോട് എത്രയാണെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. ഇതിൻ്റെ കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 8 തൊട്ട് 12 കിലോമീറ്ററാണ് മൈലേജ് പറയുന്നത്. നമ്മുടെ 4 വീൽ വണ്ടിയാണ്. 4 വീൽ വണ്ടിക്ക് മൈലേജ് കൂടാണെങ്കിൽ 4 വീൽ വണ്ടിക്ക് നമുക്കൊരു 9 കിലോമീറ്റർ 10 കിലോമീറ്റർ മൈലേജാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ. നമ്മൾ കമ്പനി വണ്ടി ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞപ്പം നമുക്ക് കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9 കിലോമീറ്റർ മൈലേജ്, മാക്സിമം 10 കിലോമീറ്റർ, അതിന് മുകളിലേക്ക് എന്താണെങ്കിലും കിട്ടുന്നില്ല. പിന്നെ മൈലേജ് കൂടാൻ വേണ്ടിയിട്ട് നമ്മുടെ 4 വീൽ ഇവിടെ ഒരു ഫ്രീ വീൽ ഹബ്ബ് പിടിപ്പിക്കുന്ന പരിപാടിയുണ്ട്. അതായത് നമ്മുടെ ഈ വണ്ടി അവിടെ ഗിയറിലല്ലെങ്കിലും നമ്മുടെ ജോയിൻറ്റിലേക്ക് അല്ലെങ്കിൽ എഞ്ചിനിലേക്ക് വണ്ടീൻ്റെ ഇത് ഫ്രണ്ട് ടയറിനും പിടുത്തം പോകുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഫ്രീ വീൽ ഹബ്ബ് പിടിപ്പിക്കും. ആ ഫ്രീ വീൽ ഹബ്ബ് നമ്മൾ അടുത്ത് തന്നെ പിടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഫുൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അതാണ് സംഭവം. ഇനി 4 വീലിട്ടിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇപ്പോൾ അങ്ങനെ 4 വീലിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു സംഭവം സാഹചര്യം ഇപ്പോൾ ഇല്ല. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ മൈലേജിൻ്റെ കാര്യം പറഞ്ഞാൽ അതാണ് നമുക്ക് മൈലേജ് കിട്ടുന്നത്. പിന്നെ ഫ്യൂവൽ ക്യാപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഫ്യൂവൽ ക്യാപ്പ് നമ്മൾ ചാവിയും സംഭവം കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ചാവി വെക്കുന്നതുകൊണ്ട് ചാവി വെക്കാൻ പറ്റുന്ന ക്യാപ്പുണ്ട്, അത് ക്യാപ്പ് മാത്രം മാറ്റിയാൽ മതി. ചാവിയും എണ്ണ അടിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെയാണ്. ഇത് ഡീസൽ വണ്ടിയാണ്, ഡീസലാണ് വരുന്നത്. പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു 4 വീലിൻ്റെ ഒരു എംബ്ലം വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ എക്സ്ട്രാ അഡീഷണലായിട്ട് നമ്മൾ ഒട്ടിച്ചതാണ്. സാധാരണ കമ്പനിക്ക് അവിടെയാണ് വരുന്നത്. നമ്മൾ പണി എടുപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഒട്ടിച്ചതാണ്. ഇതിൻ്റെ ഫുള്ള് പണിയെടുപ്പിച്ച കാര്യങ്ങളും റേറ്റും എത്രയാണെന്ന് കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം 1.5 കൊല്ലമായി പണിയെടുപ്പിച്ചത്. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഞാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഏകദേശം ഒന്ന് അന്വേഷിച്ച് അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് എല്ലാ കാര്യങ്ങളും ഒന്ന് എഴുതിയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെ ഫുള്ള് റിവ്യൂ പോലെ ഒന്ന് ചെയ്യാവുന്നുള്ള വീഡിയോ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് അറിയാവുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ എന്തെങ്കിലും വീഡിയോ ജീപ്പിനെ പറ്റി അറിയാം, ജീപ്പിനെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളതിനെപ്പറ്റി അറിയാവുന്ന കാര്യങ്ങളും പരിപാടികളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻ്റായിട്ട് ഇടുക. നമ്മളെല്ലാ കമൻറ്റിനും നമ്മൾ റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. നിങ്ങൾ കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ കാണുന്ന ആളുകൾക്കാണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് വീഡിയോ കാണുന്ന കമൻറ്റ് വായിക്കുന്ന ആളുകൾക്ക് അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ കൂടുതൽ കിട്ടും. ഇപ്പോൾ ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റും മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടുക, കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എഫേർട്ടിട്ടൊക്കെയാണ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എനിക്കൊരു റിസൾട്ട് എന്ന രീതിയിൽ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, മാക്സിമം വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഫുള്ള് ഇതിൻ്റെ മൈലേജും കാര്യങ്ങളും വണ്ടി എടുത്ത റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി എടുത്ത് 1998 വണ്ടി എടുത്തൊരു 6-7 കൊല്ലം മുന്നേ എടുത്തപ്പോൾ 1,65,000 രൂപയ്ക്കാണ് ഈ വണ്ടി എടുത്തത്. പക്ഷേ ഇതിൻ്റെ ഡിമാൻഡ് ഇപ്പോഴും താഴേക്ക് പോയിട്ടില്ല. ഇപ്പോഴും 98 മോഡൽ വണ്ടിക്ക് നല്ല റേറ്റ് ഉണ്ട്. ഇപ്പോഴും ഏകദേശം 3 ലക്ഷം
2.25-3 ലക്ഷം രൂപ വണ്ടീൻ്റെ കണ്ടീഷൻ അനുസരിച്ച് റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെടുത്ത വണ്ടീൻ്റെ കണ്ടീഷൻ ഇതല്ലായിരുന്നു, വലിയ മോശമില്ലാത്തൊരു കണ്ടീഷനായിരുന്നു. പക്ഷേ നമുക്കിതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നീറ്റായിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കൊണ്ട് നമ്മൾ ഫുള്ള് പണിയും കാര്യങ്ങളും എല്ലാം എടുപ്പിച്ചു. ഏകദേശം എൻ്റെ ഒരു 2 ലക്ഷം രൂപേൻ്റെ അടുപ്പിച്ച് നമ്മൾ ഏകദേശം മൊത്തം പണി എടുപ്പിച്ചതാണ് വണ്ടീൻ്റെ. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോക്ക് ആബ്സറിൻ്റെ കാര്യമാണ്. നമ്മൾ പിന്നെ സസ്പെൻഷൻ്റെ കാര്യം നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത് ലീഫ് ടെലസ്കോപ്പിക് സസ്പെൻഷൻ എന്നാണ് പറയുന്നത്. ഇത് മെയിനായിട്ട് ഹെവി ലോഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലീഫ് സസ്പെൻഷനും വരുന്നുണ്ട്. അതുപോലെ തന്നെ ടെലസ്കോപ്പിക് സസ്പെൻഷനുമാണ് വരുന്നത്. 4 സൈഡിലും ഒരുപോലെയാണ് വരുന്നത്. ലീഫും കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒപ്പം തന്നെ ടെലസ്കോപ്പിക് ആയിട്ടുള്ള ഇതും വരുന്നു. പവർ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊന്നുമല്ല. അതുപോലെ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും സ്റ്റിയറിങ് നോക്കുക. അതായത് സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റിയറിങ് തിരിക്കുമ്പോൾ വണ്ടിക്ക് കുടച്ചിൽ അങ്ങനത്തെ കാര്യം, മോബ്ലിങ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ നോക്കിയിട്ട് വേണം വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് വലിയ പണിയൊന്നുമല്ല, നിങ്ങളതൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യുക. വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പം അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇത് നമ്മൾ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആഡ് ചെയ്തേക്കുന്നതാണ്. ബൂസ്റ്റർ ബ്രേക്കും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ ഡിസ്കും കാര്യങ്ങളും ടയറും ഡിസ്കും കാര്യങ്ങളെല്ലാം നോർമലായിട്ട് വരുന്ന ഒരു അപ്സൈസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് മേജർ ഡിസ്ക് എന്നാണ് ഇത് പറയുന്നത്. മേജർ മോഡൽ വണ്ടികൾക്കാണ് ഇങ്ങനത്തെ ഓട്ടോ ഡിസ്ക് വരുന്നത്. നമ്മുടെ ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് സാധാ വെറുതെ ഈ ഹോള് വരുന്നതും കൊണ്ടാണ്, ഈ ഓട്ടോ ഡിസ്ക് എന്ന് പറയുന്ന കാരണം തന്നെ ഈ ഹോള് വരുന്നതും കൊണ്ടാണ്. നമ്മുടെ നോർമൽ കിടന്ന അതൊന്നും അല്ലായിരുന്നു, നമ്മളതൊക്കെ മാറ്റിയതാണ്. പിന്നെ 4 ടയറും പുതിയ ടയറാണ്. ഈ ബേക്കിൽ കിടക്കുന്ന ടയർ റീസോൾ ടയറാണ്. നമ്മൾ പുതിയ ടയർ മേടിച്ചിട്ട് ബേക്ക് ടയർ അത്യാവശ്യം ഓടിക്കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അത് റീസോൾ ചെയ്തേക്കുന്നത്. ബേക്ക് ടയർ റീസോളാണ്. ഇത് ഫ്രണ്ടിലെ MRFൻ്റെ ബിഗ് റോവർ എന്ന് പറയുന്ന ടയറാണ് ഈ കിടക്കുന്നത്. ബിഗ് റോവർ ടയറിനെ പറ്റി പറയുകയാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഓഫ് റോഡിലും ഓൺ റോഡിലും അത്യാവശ്യം സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ക്രോസ് കട്ട ടയർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സൗണ്ടാണ്. ഞാനത് യൂസ് ചെയ്തിട്ട് സൗണ്ട് വരുന്നത്, നമ്മൾ നോർമലായിട്ടുള്ളൊരു വഴി കൂടെ ഓടിക്കുമ്പോൾ സൗണ്ടാണ്. ഈ ഒരു വലിയ ലോറിയും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു മൂളിച്ച് വരുന്നുണ്ടെന്നല്ലാണ്ട് അതിനും എനിക്ക് വലിയ ഡ്രോബാക്ക് ഒന്നും വന്നിട്ടില്ല. അത് ഇച്ചിരി പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് അധികം നമ്മൾ ഇതിട്ടിട്ട് നമുക്ക് കിട്ടുന്ന അത്രയും ലൈഫ് അതിന് കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ പോലെയാണ്, ഓരോരുത്തരുടെ യൂസ് പോലെയാണ്. നമ്മളങ്ങനെ വലിയ റഫായിട്ടുള്ള യൂസും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ആവശ്യങ്ങൾക്കും അത്യാവശ്യം ചെറിയ ലോഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മളെ വണ്ടി എടുക്കുന്നുള്ളൂ. നമ്മൾ ഇച്ചിരിയും കൂടെയൊക്കെ പണി വണ്ടിക്ക് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കൂളിംഗ് അടിക്കാനും അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ചെയ്തേക്കുന്ന ഇത് ഇവിടെ നമ്മൾ ബ്ലാക്ക് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ, നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും സജഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക. വണ്ടീൻ്റെ ലുക്ക് മാറ്റാൻ പറ്റുന്ന സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. നമുക്ക് അഫോർഡബിൾ ആണ്, നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മളതും കൂടെ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്യാവശ്യം വ്യൂസും ഞാൻ ഈ വണ്ടി എടുത്ത് 1998 വണ്ടി എടുത്തൊരു 6-7 കൊല്ലം മുന്നേ എടുത്തപ്പോൾ 1,60,000 രൂപയ്ക്കാണ് ഈ വണ്ടി എടുത്തത്. പക്ഷേ ഇതിൻ്റെ ഡിമാൻഡ് ഇപ്പോഴും താഴേക്ക് പോയിട്ടില്ല. ഇപ്പോഴും 98 മോഡൽ വണ്ടിക്ക് നല്ല റേറ്റ് ഉണ്ട്. ഇപ്പോഴും ഏകദേശം 2.25-3 ലക്ഷം രൂപ വണ്ടീൻ്റെ കണ്ടീഷൻ അനുസരിച്ച് റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെടുത്ത വണ്ടീൻ്റെ കണ്ടീഷൻ ഇതല്ലായിരുന്നു, വലിയ മോശമില്ലാത്തൊരു കണ്ടീഷനായിരുന്നു. പക്ഷേ നമുക്കിതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നീറ്റായിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കൊണ്ട് നമ്മൾ ഫുള്ള് പണിയും കാര്യങ്ങളും എല്ലാം എടുപ്പിച്ചു. ഏകദേശം എൻ്റെ ഒരു 2 ലക്ഷം രൂപേൻ്റെ അടുപ്പിച്ച് നമ്മൾ ഏകദേശം മൊത്തം പണി എടുപ്പിച്ചതാണ് വണ്ടീൻ്റെ. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോക്ക് ആബ്സറിൻ്റെ കാര്യമാണ്. നമ്മൾ ഇറുന്നുണ്ട്, കുഴപ്പമില്ല, നമ്മൾ സന്തോഷമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരൊക്കെ അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മാക്സിമം മൊത്തമായിട്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. വീഡിയോ പകുതി കണ്ടിട്ട് നിർത്തല്. നമ്മൾ വീഡിയോൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ അത്യാവശ്യം ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു തരുന്നത്. അപ്പം അതൊക്കെ നോക്കുക. പിന്നെ എന്തെങ്കിലും ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, അടുത്ത വീഡിയോയിൽ ഞാൻ ആഡാക്കാം. അടുത്ത നമ്മുടെ വീഡിയോയിൽ നമ്മൾ DI വണ്ടി, ഒരു മേജർ വണ്ടിയും MD വണ്ടിയും എല്ലാ വണ്ടിയും നമ്മൾ ചോദിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളോട് നമ്മൾ ചോദിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മഴയായത് കൊണ്ടാണ് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും പോകാത്തത്. ഇന്നിപ്പോൾ വൈകുന്നേരം ഒരു മഴയൊക്കെ കുറവ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ നമ്മളത് ചോദിച്ച് ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഞാൻ വണ്ടീനെ ഇഷ്ടപ്പെടും, ജീപ്പിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് വെക്കുക. ജീപ്പ് മാത്രമല്ല, നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോസും വരുന്നതാണ്. നമുക്ക് കിട്ടുന്ന അനുസരിച്ച് നമ്മൾ എല്ലാ വീഡിയോസും നമ്മൾ ഇടുന്നതാണ്. അപ്പം ഞാനിതിൽ വലിയ എക്സ്പേർട്ടും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കമൻറ്റായിട്ട് അറിയിക്കുക. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിക്കുന്ന ഒരു ക്ലിപ്പും കൂടെ ഇതിൽ ആഡ് ചെയ്യാം. അതായത് നമ്മൾ ഹൈ ഗിയർ ഇട്ടിട്ട് നമ്മൾ ഓടിക്കുന്ന ഒരു ക്ലിപ്പും കൂടെ ആഡ് ചെയ്യാം. ജസ്റ്റ് ഈ വഴിയൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, കോൺക്രീറ്റ് റോഡാണ്. ഹൈ ഗിയർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ഹൈ ഗിയർ ഫസ്റ്റിൻ്റെ തന്നെ ആവശ്യമില്ല. എങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. ഹൈ ഗിയറിലൊക്കെ ഇട്ടിട്ടൊന്ന് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റൊക്കെ കണ്ടു. അതുകൊണ്ടൊക്കെയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു 10 മിനിറ്റ് അങ്ങനെ ഓടിക്കുന്ന കൊള്ളത്തില്ല, വെറുതെ ഹൈ ഗിയർ ഇട്ട് വണ്ടി ഓടിക്കുന്ന കൊള്ളത്തില്ല. എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി ചെറിയൊരു ഐഡ്ലിംഗ് ഉണ്ട്. വണ്ടി ആ ഓയിലൊക്കെ ഒന്ന് ഓടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചെറിയ റെഡിയാവും.
റെഡി കഴിഞ്ഞ് വണ്ടി ഒരിക്കലും രാവിലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യില്ല. അതായത് വണ്ടി കാല് റേസ് കൊടുക്കരുത്. കാരണം പഴയ ഡീസൽ വണ്ടിയാണ്. അതൊന്ന് റണ്ണിങ് ആയി വന്നതിന് ശേഷം മാത്രം വണ്ടി എടുത്ത് പോവുക. അപ്പോൾ നമ്മൾ വണ്ടി ന്യൂട്രലാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വണ്ടി ന്യൂട്രലായ ശേഷം വണ്ടി ജസ്റ്റ് ബാക്കോട്ട് തട്ടുന്നു. ആ സൈഡിലേക്ക് കുട്ടി ഗിയർ മൊത്തം ആ സൈഡിലേക്ക് തട്ടുന്നു. ഇതാ 4 വീല് ലോയിലാണ് കിടക്കുന്നത്. 4 വീൽ ലോയിൽ നമ്മൾ വണ്ടി സെക്കൻഡ് ഇട്ടിട്ടാണെങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഹെവി ടോർക്കാണ് വണ്ടിക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ നിങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ 4 വീൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് വണ്ടി ന്യൂട്രലിടുക. അതുപോലെ ബാക്കോട്ട് വലിക്കുക. ബാക്കോട്ട് വലിച്ച് വണ്ടി ന്യൂട്രലായി നമ്മൾ ബാക്കോട്ട് വലിച്ച് കഴിഞ്ഞാൽ വെറുതെ വിട്ട് കഴിഞ്ഞാൽ തന്നെ നോർമൽ പൊസിഷനിലേക്ക് വരും. അവിടെ നേരെ മുന്നോട്ട് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈ ഗിയറിൻ്റെ കാര്യം എന്തെങ്കിലും ടൈറ്റും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഹൈ ഗിയർ ലോയിൽ നിന്ന് ഒഴിവാകുന്നില്ല. ഹൈ ഗിയർ 4H തന്നെയാണ് നടക്കുന്നത്. ചെറിയ ഒരു ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹൈ ഗിയർ അത് സാധാരണ എല്ലാ വണ്ടിക്കും വരുന്നതാണ്. അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നെങ്കിൽ റിവേഴ്സോ അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് വണ്ടി ജസ്റ്റ് ഒരു മൂവിങ്ങിൽ തന്നെ കാലൊന്ന് കൊടുത്തിട്ട് തട്ടിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ആവും. അത്ര ടൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അതിനുശേഷം നമ്മളിതാ നോർമലി ഗിയറിലിട്ട് വണ്ടി പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഒരു ബൈ പറഞ്ഞേ. ഇതിൻ്റെ റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ കൂളൻ്റ് ആക്കിയതാണ്. വാട്ടിന് ഇവിടെയാണ് ഫ്ലൂയിഡ് നമ്മൾ ബ്രേക്ക് നമ്മൾ മാറ്റിയതാണ്. ബൂസ്റ്റ് ബ്രേക്കും കാര്യങ്ങളെല്ലാം കയറ്റിയതാണ്. ബ്രേക്ക്